ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. കാലത്തുള്ള മോർണിംഗ് റൂട്ടീനൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ തലേ ദിവസം ഇവിടെ ഈ ഒരു ഭാഗം കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഈ ഒരു ഭാഗം വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. കോൺക്രീറ്റ് ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊരു സ്റ്റെപ്പ് കൂടി പണിയാനുണ്ട്. അതും അവർ പണിത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്തുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. മോള് മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ദോശയാണ്. ദോശയ്ക്ക് കറി മീൻ കറിയാണ്. ഇക്കാക്ക് ദോശൻ്റെ കൂടെ മീൻ കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് മീൻ കറി എടുത്ത് ചൂടാക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഞായറാഴ്ച ദിവസം എടുത്തതായിരുന്നു. ഇതിനിപ്പോൾ എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊന്നും എനിക്ക് അറിയുന്നില്ല. എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് കൊടുക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ദിവസം പെൻഡിങ് ആയത്. പിന്നെ ഷോർട്ട് വീഡിയോസ് ഞാൻ അടുപ്പിച്ചിടാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് എവിടെ വരെ എത്തുന്നൊന്നും അറിയില്ല. അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഇടണേ എന്നുള്ളത്. ഞാൻ മറന്നിട്ടില്ല, ലോങ് വീഡിയോ ഇടണം എന്നുണ്ട്. പക്ഷേ വോയിസ് കൊടുക്കുമ്പോൾ കുറച്ച് അധിക നേരം ഇരിക്കണമല്ലോ. അപ്പോൾ ഈ ഷോർട്ട് വീഡിയോൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ പെൻഡിങ് ആയാലോ എന്ന് കരുതിയിട്ടാണ് ലോങ് വീഡിയോ ഇടാതിരുന്നത്. എന്തായാലും ഞാൻ ലോങ് വീഡിയോയും ഇടാം, ഷോർട്ട് വീഡിയോസും ഇടാം. നിങ്ങൾ രണ്ട് വീഡിയോസും ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഇന്ന് ഞായറാഴ്ച ആണെങ്കിലും ഉച്ചവരെ വർക്ക് ഉണ്ട്. ഇക്കാൻ്റെ വർക്ക് സ്പ്രേ പെയിൻറ്റിങ് വർക്ക്ഷോപ്പാണ്. അപ്പോൾ കുറച്ച് തിരക്കുള്ള വർക്കുള്ളത് കൊണ്ട് തന്നെ ഇന്ന് പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഇക്കാക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. അതിന് കൂടെയായിട്ട് ഗോതമ്പ് പൊടി കൂടി കലർത്തിയിട്ട് ഗോതമ്പ് ദോശയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ കഴിക്കാനായിട്ട് ബീഫ് കറിയും ദോശയും തന്നെ മതി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്കുള്ള സമയമായി, ഇക്കാക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഇക്ക വേഗം ഫുഡ് കഴിക്കുകയാണ്. ഇക്കാക്ക് ദോശ മീൻ കറി ഭയങ്കര ഇഷ്ടമാണ്, ചെറിയ ചെറിയ മീൻ പ്രത്യേകിച്ച്. ഇതിപ്പോൾ കൊഴുവ കറി വെച്ചതാണ്. അപ്പോൾ ഇക്കാക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് മീൻ കറി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇക്കാക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ ബീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെയാണ് തന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല, വൃത്തിയാക്കി കഴുകി എടുത്താൽ മതി. അതൊക്കെ ഇപ്പോൾ കുക്കറിലാക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പൊടികളുടെ കുപ്പി മൊത്തത്തിൽ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ പൊടികൾ ഇടാറ്. അപ്പോൾ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ബീഫ് മസാല ഇതൊക്കെയാണ് ചേർക്കുന്നത്. ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തിരുമ്മി പിടിപ്പിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ മസാലകളൊക്കെ പിടിച്ച് കിട്ടും. പിന്നെന്താ പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേരും നമ്മുടെ വീഡിയോസൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടുന്നവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ മസ്റ്റായിട്ടും തന്നെ കമൻ്റായിട്ട് പറയാനായിട്ട് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ഇടയിലായിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് മസാലയൊക്കെ തിരുമ്മിയിട്ടുണ്ട്. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെയാണ് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഗ്യാസ് കിട്ടാനായിട്ട് കുറച്ച് പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് അടുപ്പ് തന്നെയാണ് അധികവും ഞാൻ ഉപയോഗിക്കാറ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങി വെച്ചതുണ്ട്. അപ്പോൾ വേഗം അതൊന്ന് കുറച്ച് മാത്രം എടുത്ത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടൊന്ന് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്നതിൽ എന്തോ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മോൻ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ കുറച്ച് പതിയെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കത് ഏത് ലെവലിൽ കേൾക്കാനായിട്ട് പറ്റുന്നുള്ളത് എനിക്കറിയുന്നില്ല. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് മനസ്സിലാവൂ ഇത് ബോറാണോ അല്ലയോ എന്നുള്ളതൊക്കെ. പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുടക്കം മുതൽ വോയിസ് ഇടാനും വിചാരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയാം കേട്ടോ. ഇത് വേണ്ട അല്ലെങ്കിൽ അത് ആഡ് ചെയ്യുമോ എന്നുള്ളതൊക്കെ, അങ്ങനെയുള്ള കുറേ
സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. വീഡിയോസിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളായാലും കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഈ കാര്യങ്ങളുടെ കൂടെ തന്നെ മക്കളെയും ഞാൻ ഒരുമിച്ച് തന്നെയാണ് മാനേജ് ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ മക്കൾ ഇടയിലിടയിൽ വന്നിട്ട് സ്നാക്സ് തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഓരോന്നായിട്ട് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. എപ്പോഴും കിച്ചൺ ഡ്യൂട്ടി അല്ലെങ്കിൽ അടിക്കൽ തുടയ്ക്കൽ അത് മാത്രമല്ല, മക്കളാണ് നമുക്കെല്ലാം. അപ്പോൾ മക്കളുടെ കാര്യം കൂടി ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഒരു കാര്യത്തിലും ഒരു കോംപ്രമൈസും ഞാൻ വരുത്താറില്ല, പ്രത്യേകിച്ച് എൻ്റെ മക്കളുടെ കാര്യത്തിൽ. മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ്, എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാ പേരൻസിനും അങ്ങനെ ആയിരിക്കുമല്ലേ, മക്കളാണ് ലോകം. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ കറിയൊക്കെ വെക്കാനായിട്ട് നിന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ഉലുവ, പെരുംജീരകം, വലിയ ജീരകം അതും ചേർത്ത് പിന്നെ സബോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ വഴറ്റും തോറും അതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ വഴണ്ട് വന്നു കഴിഞ്ഞാൽ വേവിച്ച ബീഫ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ബീഫിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നുണ്ട്. ബീഫ് വെക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ ബീഫിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഉരുളക്കിഴങ്ങിനോടായിരിക്കും. പക്ഷേ ഈ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ തോതിലൊരു മധുരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങൊക്കെ കഴിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇടണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സാധാരണ ബീഫ് ഉരുളക്കിഴങ്ങിട്ട് വെക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മിസ്റ്റേക്ക് ആയിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കണം. അപ്പോൾ ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതുപോലെ ഏതെങ്കിലും ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റേണ്ട സാധനങ്ങളൊക്കെ ആദ്യം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. എൻ്റെ ഫ്രിഡ്ജൊന്നും വലിയ കാര്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതത് സ്ഥാനത്ത് എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് പാത്രങ്ങൾ സിങ്കിലായിട്ട് കഴുകാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നത്തേക്ക് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചാൽ അവിടെ കിടന്ന് അത് കുമിഞ്ഞു കൂടുള്ളൂ. അപ്പോൾ പണികൾ ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെച്ചാൽ പണികളുടെ ഭാരം കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ള ജോലികൾ അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ടി വരും. മിക്ക ആളുകളുടെയും പ്രശ്നമാണ് എത്ര ചെയ്താലും ജോലികൾ തീരുന്നില്ല എന്നുള്ളത്. ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നമ്മളുടെ കയ്യിൽ തന്നെയുണ്ട്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അടുത്തത് നെക്സ്റ്റ് എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് നമ്മളുടെ മനസ്സിലുണ്ടാവണം. എങ്കിലേ സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിൽ തന്നെ വിചാരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണികളുടെ അളവ് കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. ഫാസ്റ്റായിട്ട് പണികൾ ചെയ്ത് തീർക്കാനും തോന്നും. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള ടിപ്സൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. നമുക്ക് ഒരുപാട് സമയം നമുക്ക് അധികമായിട്ട് കിട്ടും. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്താനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ നിൽക്കാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് അലക്കണം, അല്ലെങ്കിൽ നേരത്തെ അലക്കുന്നവരായിരിക്കും. അതും അല്ലെങ്കിൽ നേരത്തെ തന്നെ ഫ്ലോറൊക്കെ തുടച്ച് വൃത്തിയാക്കണം എന്നുള്ള ആ ഒരു മൈൻഡുള്ളവരായിരിക്കും. നിങ്ങൾക്ക് ഏത് പണിയാണോ വേഗത്തിൽ ചെയ്ത് തീർക്കണം എന്ന് തോന്നുന്നത് ആ ഒരു പണി തന്നെ വേഗം ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഏത് പണിയാണോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ആ ഒരു പണി പെട്ടെന്ന് ചെയ്ത് തീർത്താൽ ബാക്കിയുള്ള പണികളൊക്കെ എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി ഭാരിച്ചതായിട്ട് നമുക്ക് തോന്നില്ല. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. കാക്കൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയും ബീഫ് കറിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ പൊട്ടറ്റോൻ്റെ കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു പോയി. അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും കറിയിൽ ചേർക്കില്ല. കറിയിൽ അതിൻ്റെ ടേസ്റ്റൊന്നും വന്നില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റിൽ കിട്ടും എന്നുള്ളത്. പക്ഷേ അത് വന്നില്ല. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം വാങ്ങിക്കുമ്പോൾ ശരിയാക്കാം. അപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടി നോക്കാമെന്ന് കരുതി ഫുഡൊക്കെ കഴിച്ച് മക്കളെയൊക്കെ ഒന്ന് ഇരുത്തി സെറ്റാക്കിയിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ വേഗം ചോറിനുള്ള അരി കൂടി കഴുകിയിടുന്നുണ്ട്. അതിന് ശേഷം ക്ലീനിങ്ങിന് നിൽക്കാമെന്ന് വിചാരിച്ചു. വേഗം അടിച്ചു വാരി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. മക്കളുടെ ടോയ്സും
ഷൂസൊക്കെ അവിടെ എവിടെയായിട്ട് കിടക്കുന്നുണ്ട്. മോൻ എപ്പോഴും ഷൂസ് ഇട്ടിട്ടാണ് ഈ സൈക്കിളിൽ കളിക്കാറ്. അപ്പോൾ ഷൂസ് സൈക്കിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തുടച്ചുകൂടി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയായി വെക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. കാലത്ത് തന്നെ ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റ് നമ്മൾ ഈ വീടിന്ന് ഒന്ന് നീറ്റാക്കി എടുക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമേ വരില്ല. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്, എപ്പോഴും ചെയ്യാറുണ്ട്, ചില സമയത്ത് ചെയ്യാതിരുന്നാൽ അന്ന് ആ സമയത്തായിരിക്കും വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരാം. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. നമ്മൾ കുറച്ച് ടയേർഡായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വയ്യാന്ന് തോന്നിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചാലോ ആയിരിക്കും ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാണ്ട് വീട്ടിലേക്ക് വരിക. അപ്പോൾ വീട് കച്ചറയായി കിടക്കുന്നത് കണ്ടാൽ നമ്മൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് അവർ വിലയിരുത്തുകയും ചെയ്യും. പക്ഷെ നമ്മൾ ആ ഒരു കാലത്ത് തന്നെ ഒരു 10 മിനിറ്റ് ഈ വീട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ഒന്ന് ഓടിച്ചൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ മെനക്കെട്ട ഒരു പണിയായിട്ട് മാറില്ല, വലിയൊരു ഭാരിച്ച പണിയായിട്ട് മാറില്ല. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും നമ്മളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. വീഡിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിട്ട് പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.